പിന്നെ 2 ദിവസങ്ങൾ കൂടി തനുവിന് ചെറിയ പനിയുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും അവൾ രാജേശ്വരിയുടെ കൂടെ അവളുടെ മുറിയിൽ തന്നെയായിരുന്നു. അതിൽ ദത്തിന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജേശ്വരിയോടായതുകൊണ്ട് അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം തനു ഇന്നാണ് ദത്തിന്റെ മുറിയിലേക്ക് പോകുന്നത്. അതിൽ അവൾക്ക് ചെറിയ പരിഭ്രമമുണ്ടെങ്കിലും അവൾ രണ്ടും കൽപ്പിച്ച് അവന്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിയതും കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തൻ മുഖമുയർത്തി നോക്കി. പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന തനുവിനെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ദൃഢമായൊരു പുഞ്ചിരിയോടെ അവൻ കയ്യിലിരുന്ന ഫോൺ ടേബിളിലേക്ക് വെച്ച ശേഷം കട്ടിലിൽ നിന്നും പതി എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു. ആ നിമിഷം അവൾ അവന്റെ കണ്ണിൽ തെളിഞ്ഞ ഭാവത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആഹാ, വന്നോ തമ്പുരാട്ടി? അവൻ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. പനി പിടിച്ചപ്പോ നീ ആകെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളെ ശ്രദ്ധിക്കാതെ അവനെ കടന്ന് വാഷ്റൂമിലേക്ക് നടന്നു. അവൻ അത്രയും പറഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ അവൾ നടന്നു പോകുന്നതും അവനെ നെറ്റിച്ചുളിഞ്ഞു. അവൻ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു. ഇവൾക്ക് ഇതെന്തു പറ്റി? ഒരു പനി പിടിച്ചപ്പോഴേക്കൂടെ പേടിയൊക്കെ മാറിയോ? വരട്ടെ, എന്തായാലും എന്റെ അടുത്തേക്ക് തന്നെയാണല്ലോ വരുന്നത്. പോയ പേടിയൊക്കെ തിരികെ കൊണ്ടുവരാൻ ഇതത്തിന് അറിയാം. അവൻ അവൾ പോയ വഴിയെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് ടേബിളിൽ നിന്ന് അവന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ വേഗം വന്ന് ഫോൺ കയ്യിലേക്ക് എടുത്തു. സ്ക്രീനിൽ വിഷ്ണുവിന്റെ നമ്പർ കണ്ട് അവനൊന്ന് സംശയിച്ചു. ഇവനിപ്പോ എന്താ ഈ സമയത്ത് വിളിക്കുന്നത്? അവൻ ആത്മകഥം പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഉറങ്ങിയോടാ? ഫോൺ എടുത്തും വിഷ്ണുവിന്റെ ചോദ്യം കേട്ടതും അവനൊന്ന് നെറ്റി വിളിച്ചു. ഇത് ചോദിക്കാൻ വേണ്ടിയാണോ പുല്ലേ നീ പാതിരാത്രി വിളിച്ച്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. നീ ആ കൊച്ചിനെ കൊന്നോല്ലേന്ന് അറിയണല്ലോ. ഒന്നുമല്ലെങ്കിലും നിന്നെ കെട്ടിയോടോ? അതിപ്പോ എന്റെ പെങ്ങളുടെ സ്ഥാനത്തല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ഒരു ആങ്ങളെന്നല്ലേ വിളിച്ച് അന്വേഷിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. മറുവശത്തുനിന്ന് അവന്റെ മറുപടിയോടൊപ്പം തന്നെ അവന്റെ വിരലുകൾ മേശയിൽ താളം പിടിക്കുന്ന ശബ്ദവും ദത്തിന് കേൾക്കാമായിരുന്നു. ഓഹോ, എന്നിട്ട് കഴിഞ്ഞ 2 ദിവസം പെങ്ങൾ പനി പിടിച്ച് കിടന്നപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഈ ആങ്ങളെ എവിടെയായിരുന്നു? ദത്തിന് അല്പം പരിഹാസത്തോടെ തന്നെ ചോദിച്ചു. അവൾക്ക് പനി പിടിച്ചടാ? എങ്ങനെ? എടാ മഹാപാപി, നീ അതിനെ കൊല്ലാകൊല ചെയ്ത് പനി പിടിപ്പിച്ചല്ലേ? വിഷ്ണുവിന്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നു. ആഹാ, ഇത്ര പെട്ടെന്ന് തന്നെ നീ അത് മനസ്സിലാക്കിയല്ലോ. അവൻ പറഞ്ഞിട്ട് ദത്തൻ പുച്ഛത്തോടെ പറഞ്ഞു. എടാ നാറി, അതിന്റെ കുടുംബക്കാരി ചെയ്ത തെറ്റിന് അതിനിട്ട് ഇങ്ങനെ ദ്രോഹിക്കുമ്പോ നിനക്ക് എന്ത് സന്തോഷാണ് ആ പുല്ലെ കിട്ടുന്നത്? ഇതൊന്നും ശരിയല്ല ദത്ത. ആള് തിരിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് കരുതി അവിടെ നേരെ എന്ത് ദ്രോഹം ചെയ്യാൻ നീ കരുതരുത്. ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉള്ളതാ. ആ കൊച്ചൊരു പരാതി എഴുതി കൊടുത്താലേ നീ അകത്തെടുക്കേണ്ടി വരും. അത് മറക്കണ്ട. അവനൊരു താക്കി ഇതുപോലെ പറഞ്ഞു. ദത്തന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞ്. നീ അവളോട് പോയി പരാതി കൊടുക്കാൻ പറ. ദത്തനകത്താകാൻ പറ്റിയ പോലീസും കോടതിയൊക്കെ ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ അതേ പുച്ഛത്തോടെ തന്നെ മറുപടിയും കൊടുത്തു. നീ നന്നാവില്ലടാ. നീ ചെയ്യുന്നതിനൊക്കെ ദൈവം നിന്നോട് ചോദിച്ചോളും. അങ്ങേര് ചോദിക്കാൻ വരുമ്പോ ഞാൻ മറുപടി കൊടുത്തോളാം. നീ ഇപ്പൊ വിളിച്ച കാര്യം പറയാൻ നോക്ക്. ദത്തൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമേ, ഈ കാലന്റെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ നീ തന്നെ കാത്തോളണേ. ആ പുല്ലേ, നീ വിളിച്ച കാര്യം പറയുന്നുണ്ടോ? അവൻ പറഞ്ഞിട്ട് ദേഷ്യം തോന്നിയതും ദത്തൻ അവനോടായി അലറി. അലറണ്ട, അതിന് ഞാൻ പറയാൻ പോകുന്നത്. ആ നീള ഗ്രൂപ്പായുള്ള പുതിയ പ്രൊജക്ടിന്റെ കൺസേൺ ഫോം നിന്റെ കയ്യിലല്ലേ തന്നിരിക്കുന്നത്. അതിന്റെ കോപ്പി എടുത്ത് എനിക്ക് മെയിൽ ചെയ്താ. നാളെ 10 മണിക്ക് മുന്നേ തന്നെ അതിന്റെ അഗ്രിമെന്റ് റെഡിയാക്കേണ്ടതാണ്. വിഷ്ണു പറഞ്ഞപ്പോഴാണ് ദത്തൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. 2 ദിവസം അല്ലെങ്കിൽ എന്തിനെന്നറിയാതെ ആകെ ടെൻഷനിലായിരുന്നു. അവൻ നെറ്റിയിൽ കൈകൊണ്ടൊന്ന് തിരുമ്മി. ഞാനത് മറന്നുപോയി. ഞാനിപ്പോ തന്നെ അയച്ചേരാടാ. വേറൊന്നുമില്ലല്ലോ. അവൻ ടേബിളിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം വിളിച്ചേ. പിന്നെ ഇനി ആ കൊച്ചിനെ ഉപദ്രവിക്കലേടാ, അതൊരു പാവാ. അവസാന ശ്രമം എന്ന പോലെ വിഷ്ണു ഒന്നുകൂടി പറഞ്ഞു. ദത്തൻ കടപ്പലിരിക്കുന്ന ശബ്ദം വിഷ്ണുവിനോട് കേൾക്കാമായിരുന്നു. പാവയല്ല, പാവാട വെച്ചിട്ട് പോടാ. സൈഡ് പിടിക്കാൻ വന്നിരിക്കുന്നു. അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ശേഷം ലാപ്ടോപ്പും ഫോണും എടുത്തുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെ സെറ്റ് ചെയ്തിരുന്ന കെയിൻ സ്വിങ്ങിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ വിഷ്ണു ആവശ്യപ്പെട്ട ജോലി ചെയ്തു തുടങ്ങി. കൺസേൺ ഫോം മെയിൽ ചെയ്ത് കൊടുത്ത ശേഷം അവൻ വീണ്ടും അതിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരുന്നു. സമയം കടന്നുപോയത് അവൻ അറിഞ്ഞതേയില്ല. ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലിയും കഴിഞ്ഞതും അവൻ എഴുന്നേറ്റുന്നുണ്ടെന്ന് മൂരി നിവർന്നു. ടൈം ഇത്രയായോ? ഫോൺ എടുത്ത് ടൈം നോക്കിയതും അതിൽ 12:30 ആയത് കണ്ട് അവനൊന്ന് ഇടിയുറപ്പെട്ടു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് റൂമിനകത്തേക്ക് കയറി. വാതിൽ ലോക്കി തിരിഞ്ഞതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. നിലത്ത് പായ വിരിച്ച് കിടക്കുന്ന തനു. പൊന്നുമോളപ്പം ഇന്ന് നിലത്താണല്ലേ കിടക്കുന്നത്. ശരിയാക്കി തരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന ലാപ്ടോപ്പും ഫോണും ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. ശേഷം മുടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്തുകൊണ്ട് അവൻ അവളുടെ അരിയിലേക്ക് നടന്നു.
ഒരു സൈഡ് തിരിഞ്ഞു കിടന്ന് അവിടെ മറു സൈഡിൽ കൂടി ചെന്ന് അവനവിടെ അരികിലായി ചേർന്ന് കിടന്നു. ശേഷം അവിടെ പിന്നിലൂടെ അവളെ മുറുകെ പുണർന്നു. അവൾ ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ? നിലത്ത് എന്റെ അരികിലായിട്ട് കിടന്നവനെ നോക്കിക്കൊണ്ട് പകപ്പോടെ അവൾ ചോദിച്ചു. അവന്റെ മുഖത്തൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. എന്ത്? അവനും അതേ പൂച്ചത്തോടെ തന്നെ ചോദിച്ചു. നിലത്തെന്തിനാ കിടക്കുന്നേന്ന്? അവന്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരത്തിൽ അവളൊന്ന് പതറിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ ചോദിച്ചു. നീ നിലത്തല്ലേ കിടക്കുന്നത്, അപ്പൊ പിന്നെ ഞാനിവിടെയല്ലേ കിടക്കേണ്ടത്? അവൻ എഴുന്നേറ്റിരുന്ന് മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളെന്തിനാ നിലത്ത് കിടക്കുന്നത്? നിങ്ങൾ കട്ടിൽ കയറി കിടന്നൂടെ? അവൾ ചെറിയ പതർച്ചയോടെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ കട്ടിലും നീ നിലത്തായി കിടന്നാ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു നീക്കുപോക്കുണ്ടാവും. അവനൊരു വഷളച്ചിരിയോടെ ചോദിച്ചു. അവളുടെ മുഖം വിളറി വെളുത്തു. അവളും നീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. അങ്ങനെ രണ്ടുപേര് രണ്ടിടത്ത് കിടക്കാനല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത്. മീശ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താണ് ഈ ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത്? അവളുടെ നോട്ടം കണ്ടതും അവൻ നിലത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതിനവൾ മറുപടി അറിയാതെ മറ്റെങ്ങോട്ടോ നോക്കി നിന്നു. പെട്ടെന്ന് അവന്റെ ഭാവം മാറി, മുഖത്ത് വന്യത തെളിഞ്ഞു. അവൻ പതിയെ അവിടെ അരിയിലേക്ക് നടന്നു. പനി പിടിച്ച് കുറച്ചു ദിവസം അപ്പച്ചിയുടെ മുറി പോയി കിടന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു എഴുതിയോടി നീ. അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുണ്ടാവാൻ പറഞ്ഞു. അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി. പെടക്കാതെ അടങ്ങി നിൽക്കടി അവിടെ. 2-3 ദിവസത്തെ കടങ്ങനെ നോക്കി നിൽക്കുക. ഇന്നത് മുഴുവനായിട്ട് എനിക്കങ്ങ് തീർക്കണം. അവളുടെ ചുവന്ന തുടുത്ത ചുണ്ടിൽ വിരലുകൾ കൊണ്ട് ഞെരിച്ചുകൊണ്ടാവാൻ പറഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. വിട്, എനിക്കൊന്നിനും പറ്റില്ല. അവന്റെ കയ്യിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾ പറഞ്ഞു. അത് നീയല്ലോടി തീരുമാനിക്കുന്നത്. ഇവിടെ എന്റെ ഇഷ്ടത്തിനാ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലാതെ നിന്റെ താല്പര്യത്തിനല്ല. ഇന്ന് നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അവനവിടെ കഴുത്തിലേക്ക് പല്ലുകളാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇട്ടാണല്ലേ പറഞ്ഞ്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് താല്പര്യത്തിന് വഴങ്ങിത്തരാൻ എനിക്ക് മനസ്സില്ല. ഇരു കൈകൾ അവനെ നെഞ്ചിൽ വെച്ച് അവനെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൾ അവന്റെ നേരെ അലറി. ഒരു നിമിഷം അവളുടെ ഭാവമാറ്റത്തിൽ അവനൊന്ന് പതിരെങ്കിലും അതേ നിമിഷം അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എന്താടേ 2 ദിവസം എന്റെ അടുത്തുനിന്ന് മാറിന്നപ്പോ നിനക്ക് ഒച്ചയൊക്കെ വന്നല്ലോ. എന്താ ഇനി എന്നെ കാര്യങ്ങൾ ഭരിക്കാന്ന് വല്ല വിചാരമുണ്ടോ പൊന്നുമോൾക്ക്? അവൻ പാഞ്ഞെന്ന് അവളുടെ ഇരുകവളിലും കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വേദന കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. വീട്ട്, എനിക്ക് വേദനിക്കണു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വേദനിക്കാൻ വേണ്ടി തന്നെ അടി പിടിച്ചത്. 2 ദിവസം പൊന്നുമോളും നന്നായിട്ട് അങ്ങ് സുഖിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു. എന്റെ പാവ അപ്പച്ചിയെ കയ്യിലെടുത്ത് അവരെ കൊണ്ട് നീ നിന്റെ അടിമപ്പണി വരെ ചെയ്യിച്ചില്ലേടി. അതിനൊക്കെയുള്ള കടുത്ത ശിക്ഷ പൊന്നുമോളിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവനവിടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർക്കാൻ വന്നതും അവളുടെ നീളമുള്ള നഖങ്ങൾ അവന്റെ തോളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു നിമിഷം തന്റെ മേലുള്ള അവന്റെ കൈകളാഞ്ഞതും അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ബാലൻസ് ഇട്ട് ആ നിലത്തേക്ക് വീണു. അവളുടെ നീക്കത്തിൽ അവൻ ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റു. മോളെ, എനിക്ക് നേരെ കായ്പൊക്കറായിടി നീ. അവളുടെ നേരെ ചീറിക്കൊണ്ട് അവൻ പാഞ്ഞെടുത്തും ടേബിളിൽ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവൾ അവന്റെ നേരെ ആഞ്ഞു വീശി. ഒരു നിമിഷം അവന്റെ അലർച്ച ആ മുറിയിലാകെ അലയടിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി തന്റെ അടിയിൽ ബോധം മറിഞ്ഞ് നിലത്തിടക്കുന്ന ദത്തൻ. അവൾ തന്റെ കയ്യിലിരുന്ന വേസിലേക്ക് നോക്കി. അതിന്റെ പാതി ഉടഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നു. അവൾ തന്റെ കയ്യിലിരുന്ന ബാക്കി പകുതി ഞെട്ടിലോടെ നിലത്തേക്ക് ഇട്ടു. ഇനി എന്ത് എന്ന ചിന്തയിൽ അവൾ തലക്ക് കൈ കൊടുത്തുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു പോയി. അതിരാവിലെ സൂര്യപ്രകാശം മുഖത്തെട്ടിയതും ദത്തൻ മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിനെ നോക്കിക്കൊണ്ട് അവൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നെറ്റിയിൽ വല്ലാത്ത വേദന തോന്നിയതും അവൻ കൈ ഉയർത്തി അവിടെ തൊട്ടു നോക്കി. അവൻ വേദനയോടെ കൈ പിൻവലിച്ചു. അപ്പോഴാണ് തലേ ദിവസം നടന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നത്. അവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ചുറ്റിനും നോക്കിയതും ആടുകിടന്നെടുത്ത് പൂട പോലില്ലെന്ന മട്ടിൽ മുറിയാകെ ശൂന്യമായിരുന്നു. എന്റെ തലയടിച്ചു പൊട്ടിച്ചിട്ട് ഈ പിശാചിത എവിടെ പോയി ചത്തു കിടക്കുക? അവൻ പിറിവിർത്തുകൊണ്ട് പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റു. എഴുന്നേൽക്കുന്നതിനിടയിൽ നെറ്റിൽ കൈതട്ടിയതും മുറിവിൽ നിന്ന് രക്തം കിനിയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അവൻ അവിടെ വേദന എടുക്കാനും തുടങ്ങി. എന്തൊരടിയാ മാരണ അടിച്ച്. ചുള്ളിക്കമ്പ് പോലിരിക്കുന്ന അവൾക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു ഭഗവാനെ. അവൻ വേദനക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു. ശേഷം പതിയെ നടന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു.
ചോര കട്ടപിടിച്ചിരിക്കുന്ന മുറിയിൽ അവൻ പതിയെ വിരൽ കൊണ്ടൊന്ന് തൊട്ടതും അവന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറുന്ന പോലെ തോന്നി. ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരുന്നുണ്ടടി. എന്നെ നോവിച്ചതിന് നീ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അവൻ പകയോടെ പറഞ്ഞ ശേഷം നെറ്റിൽ കൈതാങ്ങിക്കൊണ്ട് അവൻ പതിയെ വാഷ്റൂമിലേക്ക് നടന്നു. ഇതേ സമയം കിച്ചണിൽ വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു താൻ. ദത്തനോടൊരു മുന്നേ ആൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നതായിരുന്നു. കണ്ണു തുറക്കുമ്പോഴുള്ള അവന്റെ പ്രതികരണം ഓർത്തുകൊണ്ട് ആളുടെ നെഞ്ച് പടപടാന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. ആൾ നഖം കടിച്ചുകൊണ്ട് കിച്ചൺ സ്ലാബിലേക്ക് ചാരി നിന്നു. ഇന്നാ കാലിനെ തല്ലിക്കൊല്ലുന്ന തോന്നുന്നു. കറക്റ്റ് സമയത്ത് തന്നെ അപ്പച്ചി അമ്പലത്തിലേക്കും പോയല്ലോ. ആ കാട്ടാളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ മഹാദേവ. ആൾ മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് ആത്മഗതം പറഞ്ഞു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞതും മുന്നിലെ കാഴ്ച കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ അവൾ നിന്നുപോയി. കിച്ചൺ ഡോറിന്റെ ഇരു സൈഡിലും കൈകൾ ഊന്നിന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കുന്ന ദത്തൻ. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവന്റെ നെറ്റിയിലേക്ക് പതിഞ്ഞു. ഇടത് സൈഡിൽ ബാൻഡേജ് ചെയ്തു വെച്ചിരിക്കുന്ന കെട്ടിൽ നിന്നും ചെറുതായി ചോര പൊടിയുന്നുണ്ട്. അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. ആ നിമിഷത്തെ അവന്റെ ഭാവം കണ്ടതും ആളിൽ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ തോന്നി. എന്താ? വലിഞ്ഞു മുറിയ മുഖഭാഗത്തോടെയുള്ള അവന്റെ നോട്ടം കണ്ടതും അവൾ പതർച്ചയോടെ ചോദിച്ചു. അപ്പോഴും അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. തലക്കൊരടി കിട്ടിയപ്പോഴേക്ക് ഇങ്ങനെന്താ ഊമയായി പോയോ? അവൾ ആത്മഗതം പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി നോക്കി. അപ്പോഴും അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൾ പതിയെ അവന്റെ ഒരു വശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. വാതിൽ കടന്ന് മുന്നോട്ട് കാലെടുത്ത് വെച്ചതും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണു. നിമിഷ നേരം കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് വലിച്ച ചുവരിലേക്ക് ചേർത്ത് നിർത്തി. പുറം ഭാഗം ശക്തമായി ചുമരിൽ വന്നിടിച്ചും അവളിൽ നിന്ന് വേദനയോടെയുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അവൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കിയതും കണ്ണിൽ രൗദ്രഭാഗത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് വിറച്ചുപോയി. എന്റെ തലയടിച്ചു പൊട്ടിച്ചിട്ട് അത്ര വേഗം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോടി നീ? പല്ലിയിരിച്ചുകൊണ്ട് അവൻ ചോദിച്ച അവൾ പേടിയോടെ ഉമിനീരിറക്കി. അങ്ങനെ ദത്തന് നോവിച്ചവരാരും ഇന്ന് വരെ ദത്തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാ ഈർക്കിളി പോലിരിക്കുന്ന നീ. അവൻ അവിടെ ഇരുകവളിലും കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വേദനയോടെ മുഖം ചുളിച്ചു. നല്ല രീതിയിൽ വേദന തോന്നിയതും അവൾ അവനെ സർവ്വശക്തി എടുത്ത് പിന്നിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൻ ബാലൻസ് ഇട്ട് ആ പിന്നിലേക്കൊന്ന് ആഞ്ഞു. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞതും അവൾ അതിവേഗം തിരിഞ്ഞ് ഡൈനിങ് ടേബിൾ വെച്ചിരുന്ന കറിക്കരിയാൻ വെച്ചിരുന്ന കത്തിയെടുത്ത് അവന്റെ നേരെ ആഞ്ഞു വീശി. പെട്ടെന്നുള്ള അവളുടെ ആക്രമണത്തിൽ അവൻ പതറിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി. നീ എന്തായി കാണിക്കുന്നത്? കത്തി താഴെടി. അവൻ അവളെ അവിടെ കയ്യിലിരിക്കുന്ന കത്തിയെ മാറി മാറി നോക്കിക്കൊണ്ട് ചെറു പേടിയോടെ പറഞ്ഞു. എന്റെ അടുത്തെങ്കിലും വന്നാലുണ്ടല്ലോ ഇത് ഞാൻ തന്നെ പള്ളക്കേറ്റും. ആൾ അവന്റെ നേരെ കത്തി നീട്ടിക്കൊണ്ട് അലറിയതും അവനൊന്ന് പകച്ചു. ബുദ്ധിയില്ലാത്ത കൊച്ച പറഞ്ഞ പോലെ ചെയ്ത് കളയും. ഇന്നലെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു. ഇന്ന് പള്ളക്ക് കത്തി കൂടി കയറ്റാ പിന്നെ മൂക്കിലും പഞ്ഞിയും വെച്ച് കുഴിയിലോട്ട് എടുത്താ മതി. അവനൊന്ന് ആത്മതം പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഇന്നലെ താനെന്റെ ദേഹം നോക്കിക്കാൻ ശ്രമിച്ചോണ്ടാ ഞാൻ തന്നെ തലയടിച്ചു പൊട്ടിച്ച്. ഇനി അതിന്റെ പേരിൽ എന്നോട് പകരം വീട്ടോ മറ്റോ വന്നാലുണ്ടല്ലോ മുന്നും നോക്കാനില്ല എനിക്ക്. മുന്നോട്ട് തള്ളിയിരിക്കുന്ന തന്നെ ഈ മത്തങ്ങോളത്തെ കൊടകരുണ്ടല്ലോ കുത്തി കണ്ണിട്ട് കളയാം പറഞ്ഞേക്കാം. ആൾ കത്തി അവന്റെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ അലറിയതും അവനൊന്ന് പകച്ചു പോയി. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ തന്റെ വയറിലേക്ക് നീണ്ടു. കൂട്ടവയറോ? ഡെയിലി എക്സർസൈസ് ചെയ്ത് 6 പാക്ക് ആക്കി വെച്ചിരിക്കുന്ന എന്റെ വയറിനെയാണ് ഇപ്പൊ വിശ്വാസിച്ച് കൂട്ടവയറെന്ന് പറയുന്നത്. അവനാളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പല്ലിയരിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 ദിവസം ഒരു പെണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത ചെയ്തോണ്ടാ താൻ എന്നെ ദ്രോഹിച്ച്. തൽക്കാലം ഞാനതങ്ങ് ക്ഷമിക്കുക. പക്ഷെ ഇനി ഒരിക്കൽ കൂടി എന്റെ അനുവാദമില്ലാതെ താൻ എന്റെ ദേഹത്തോട് എന്നെ ഉപദ്രവിക്കുക ചെയ്താലുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്ന മഹാദേവനാണ് സത്യം. ഉറങ്ങിക്കിടക്കുമ്പോൾ തന്റെ തലയിൽ ഞാൻ അമ്മികലെടുത്തിടും പറഞ്ഞേക്കാം. അവന് നോക്കിയ ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും അവൾ പറഞ്ഞ വാക്കിൽ നിന്ന് മുക്തനാവാതെ പകച്ചു നിൽക്കുകയായിരുന്നു ദത്തൻ. ദത്തന്റെ അടുത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങിയ തനു വേഗം അടുത്തേണ്ട മുറിയിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. വാതിൽ ചാരിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അവളുടെ ശരീരമാകെ വിറക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ ഇത്രയും നേരം സംസാരിച്ചു എന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. മഹാദേവ, ഈ കത്തി കയ്യിൽ കിട്ടിയോണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ രാക്ഷസിന് ഇന്നെ കൊന്നു തിന്നേനെ. അവൾ പതിയെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കത്തി നിലത്തേക്ക് ഇട്ടു. ശേഷം ടേബിൾ വെച്ചിരുന്ന വെള്ളമെടുത്ത് വായിലേക്ക് അമിഴ്ത്തി. ആ നിമിഷം വാതിലാരോ മുട്ടുന്ന സൗണ്ട് കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഇവിടെ ഇപ്പൊ എന്താണ് ഉണ്ടായേ? ആരാ പടക്കം പൊട്ടിച്ച്? ഇവിടെ വിഷുവാണോ? ഒരു നിമിഷം തനുവിന്റെ പ്രകടനത്തിൽ ദത്തന്റെ കിളികളെല്ലാം കൂടും കുടക്കി എടുത്തുകൊണ്ട് സ്ഥലം വിട്ടിരുന്നു. ആൾ പോയി കഴിഞ്ഞ് പിന്നെ 1-2 നിമിഷങ്ങൾ കഴിഞ്ഞാണ് അവൻ സ്വഭാവത്തിലേക്ക് വന്നത് തന്നെ. അവളിപ്പോ എന്തൊക്കെയാ എന്നോട് പറഞ്ഞ്? അഹങ്കാരി. ഇന്നലെ വരെ ഒരു പൂച്ചയെ പോലെ ഒതുങ്ങിയിരുന്നവളാ ഇന്ന് എന്റെ മുമ്പിൽ കിടന്ന് ഇത്രയും ചീറിയത്.
അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ദത്തൻ ആരാണെന്ന്. അവള് ശരിക്കും അറിയാൻ പോകുന്നേയുള്ളൂ. അവൻ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് ഒരു ഗൂഢമന്ദാസത്തോടെ അവൻ പുറത്തേക്ക് നടന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും തനൊരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. ഈശ്വര, ആ കാലിനെങ്ങാനും ആണോ? അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മകഥം പറഞ്ഞു. ഡോറ് തുറക്കണോ? വാതിൽ വീണ്ടും മുട്ടയിട്ടതും അവളൊന്ന് ആലോചിച്ചു. തുടരും.